പുറകിലേക്ക് ഓടിപ്പോകുന്ന കാഴ്ചകൾ കണ്ട് മീരയിരുന്നു. നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. കണ്ണുകൾ അടച്ച് അവൾ സീറ്റിലേക്ക് ചാരി. രാമേട്ടാ, മീര വിളിച്ചു. എന്താ പെണ്ണേ? രാമദാസ് വിളി കേട്ടു. അതെ, ഞാൻ കോളേജിൽ വന്നാൽ എൻ്റെ ചെക്കനാണെന്ന് പറയട്ടെ ഞാൻ ഈ വാദ്യാർ. പെണ്ണെ, അതൊന്നും അവിടെ പറയരുത്. ഇവിടെ നീ പഠിക്കാനാണ് വരുന്നത്. ആ ലേബലിൽ നീ എന്നെ കാണണ്ട കേട്ടോ. പിന്നെ ഞാൻ പറയും, വേറെ ആരും എൻ്റെ ചെക്കനെ നോക്കണ്ട അങ്ങനെ. എൻ്റെ ഈശ്വര, ഞാൻ ഇവിടെ സഹിക്കുന്നത് പോരാഞ്ഞിട്ടാണോ ഇനി കോളേജിൽ കൂടെ? മുകളിലേക്ക് നോക്കി രാംദാസ് ചോദിച്ചു. ഹാ, വേണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ വേറെ ആളെ നോക്കാം, മീര പറഞ്ഞു. ഡീ, വേറെ ആരോടെങ്കിലും കിന്നിരിക്കാൻ പോയാലുണ്ടല്ലോ, അപ്പോൾ ബാക്കി പറയാം. അയ്യോടാ, അതെൻ്റെ ഇഷ്ടം. അവനെ നോക്കി കണ്ണിറുക്കി അവൾ അകത്തേക്കൂടി. ഇതാണ് മീര. കളപ്പുരയ്ക്കൽ വീട്ടിൽ മാധവൻ്റെയും മായയുടെയും ഒരേയൊരു മകൾ മീര മാധവ്. SN കോളേജിൽ BSc ആദ്യ വർഷ വിദ്യാർത്ഥിനി. അതേ കോളേജിൽ പ്രൊഫസറാണ് രാമദാസ്, മീരയുടെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ. അവരുടെ വിവാഹം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. രാമേട്ടാ, നാളെ ലിഫ്റ്റ് തരുമോ എനിക്ക്? എൻ്റെ മോള് ബസ്സിൽ കയറി അങ്ങ് വന്നാൽ മതി കേട്ടോ. ഒത്തിരി കുട്ടികൾ കാണും അവിടെ ഇറങ്ങാൻ, അവരുടെ കൂടെ അങ്ങ് വന്നാൽ മതി. അയ്യടാ, ഇയാൾ പറഞ്ഞിട്ട് വേണോ എനിക്ക്? എനിക്കറിയാൻ വരാൻ കേട്ടോ. നോക്കിക്കോ, നല്ല ചുള്ളൻ ചെക്കന്മാരെ കണ്ട് അവരുടെ കൂടെ വരും ഞാൻ ബൈക്കിൽ. എന്നോടാ കളി. ഈശ്വര, ഇവളിനി പറഞ്ഞതുപോലെ കാണിക്കുമോ? രാമദാസ് താടിയിൽ വിരൽ കൊണ്ടൊഴിഞ്ഞു. ആ, നോക്കാം. മോളെ മീര, എഴുന്നേൽക്ക്, മായ വിളിച്ചു. അമ്മ, ചായ വേണം. പോ മോളെ, പല്ല് തേച്ചിട്ട് വായോ. എൻ്റെ ചുന്ദരി അമ്മയല്ലേ, ചായ തായോ. അച്ചോടി സോപ്പ് വേണ്ട, വേഗം വായോ. അങ്ങനെ മീര കോളേജിലേക്ക്. കോളേജ് ഗേറ്റിൽ ആരെയോ നോക്കി നിൽക്കുന്നത് പോലെ അവൾ നിന്നു. ഈശ്വര, ആരെങ്കിലും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കി വരണേ. ഒറ്റയ്ക്ക് പോകാൻ വയ്യ. രാമേട്ടൻ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് വരുമായിരുന്നു. അതെങ്ങനെ? അങ്ങേരുടെ ഫാൻസ് കണ്ടാൽ മോശമല്ലേ? ഹാ, നോക്കട്ടെ, ഞാൻ ഇവിടെ തന്നെയല്ലേ. അപ്പോഴാണ് ഒരു സുന്ദരി കുട്ടി അങ്ങോട്ട് വന്നത്. അതെ, ഈ BSc മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണ്? കുട്ടിക്കറിയാമോ? ആ, ഞാനും അങ്ങോട്ടാണ് ആരെങ്കിലും വരാൻ വേണ്ടി കാത്തു നിന്നതാണ്. എൻ്റെ പേര് മീര മാധവ്. കുട്ടിയുടെ പേരെന്താണ്? ഹായ് മീര, ഞാൻ ലയ മേനോൻ. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. എന്നാൽ നമുക്ക് ക്ലാസ്സിൽ പോയാലോ? അതെ, നമുക്ക് കണ്ടുപിടിക്കാം, വരൂ. ചിരിച്ച് കളിച്ച് മീരയും ലയയും ക്ലാസ്സിലേക്ക് ചെന്നു. അവിടെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. മൂന്നാമത്തെ ബെഞ്ചിൽ അവർ ഇരിപ്പുറപ്പിച്ചു. അവിടെ ഒരു കുട്ടിയുണ്ടായിരുന്നു. ഹായ് കുട്ടി, എന്താ പേര്? ഞാൻ മീര. ഇത് ലയ. മീര ചോദിച്ചു. ഹായ്, ഞാൻ മുന്താസ്. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പാണോ? വിരലുകൾ കോർത്തുകൊണ്ട് മീര ചോദിച്ചു. പിന്നെ, ഞാനും നിങ്ങളുടെ കൂടെയാണ്. ഹായ് കൂട്ടുകാരെ, ഞാനും നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ? ശബ്ദം കേട്ട് അവർ ഒരുമിച്ച് നോക്കി. ഒരു സുന്ദരി കുട്ടി ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു. ഹായ്, ഞാൻ രമ്യ. നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ? ഹായ്, വരൂ, നമുക്ക് ഒരുമിച്ചിരിക്കാം. പിന്നെ 3 പേരും സംസാരിക്കാൻ തുടങ്ങി. ക്ലാസ്സിലുള്ള കുട്ടികളെ പരിചയപ്പെട്ടു. ഇണക്കവും പിണക്കവുമായി അവർ ക്യാമ്പസിൽ പാറി പറന്ന് നടന്നു. മീരയും ലയയും ഇണപിരിയാത്ത കൂട്ടുകാരായി. ഒരു ദിവസം പോലും കാണാതെ ഇരിക്കാൻ പറ്റില്ല എന്ന സ്ഥിതി. ഡി മീരെ, നമ്മുടെ രാംദാസ് സാറ് എന്ത് സുന്ദരനാണ്. ഞാൻ അദ്ദേഹത്തെ പ്രേമിച്ചാലോ? നിന്റെ അഭിപ്രായം എന്താ പെണ്ണെ? ക്യാമ്പസിലെ ഗുൽമോഹർ മരത്തണലിൽ ഇരുന്നുകൊണ്ട് ലയ ചോദിച്ചു. നിറയെ പൂക്കൾ കൊഴിഞ്ഞ് മെത്ത പോലെ ആയിരുന്നു ചുറ്റും. എന്താ നീ ചോദിച്ചത്? മീര, എന്ത് സുന്ദരനാണ് പെണ്ണെ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആളെ, ലയ പറഞ്ഞു. നന്നായി, നിനക്കാളെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അങ്ങേർക്ക് പ്രേമമൊന്നും ഇഷ്ടമല്ല പെണ്ണെ, മീര പറഞ്ഞു. ഓഹോ, അത് നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. ആളല്ലേ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്. പോ പെണ്ണെ, കള്ളം പറയാതെ. അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങളോട് പറയാതിരുന്നതാണ്. എങ്കിൽ എൻ്റെ സുന്ദരി സാറിന് നല്ല മാച്ചാണ്. നടക്കട്ടെ നിന്റെ പ്രേമം. പ്രേമിക്കാൻ അങ്ങോട്ട് ചെന്നാൽ മതി. ഏട്ടൻ എന്നെ ഓടിക്കും. നിങ്ങൾ അറിഞ്ഞതായി പറയണ്ട കേട്ടോ. ശരി, ഞങ്ങൾ അറിഞ്ഞിട്ടേയില്ല. അങ്ങനെ ദിവസങ്ങൾ മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മീര എഴുന്നേറ്റത് കടുത്ത പനിയായിട്ടാണ്. മായ വരുമ്പോൾ മീര അബോധാവസ്ഥയിലാണ്. മോളെ മീര, മായ അലറിക്കരഞ്ഞു. മാധവേട്ടാ, വേഗം വരൂ, നമ്മുടെ മോൾ. മീരയുടെ കരച്ചിൽ കേട്ട് മാധവൻ ഓടി വന്നു. എന്തുപറ്റി മോളെ, എഴുന്നേൽക്കൂ. മാധവൻ മീരയെ വിളിച്ചു. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. മായ, രാംദാസിനെ വിളിക്കൂ. ഞാൻ മോളെ എടുക്കാം.
ഒരുവിധം രണ്ടുപേരും കൂടെ മീരയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. രണ്ടുപേരും കരയുകയായിരുന്നു. മീരയെ കയറ്റിയ സ്ട്രക്ചർ ICUവിലേക്ക് കയറിപ്പോകുന്നത് അവർ നോക്കി നിന്നു. മീരയുടെ ബന്ധുക്കളാരാ? ഒരു സിസ്റ്റർ ചോദിച്ചു. എന്താ സിസ്റ്റർ? ഡോക്ടർ വിളിക്കുന്നു. മായ, ഇവിടെ ഇരിക്കൂ, ഞാൻ പോയിട്ട് വരാം, മാധവൻ പറഞ്ഞു. ഞാനും വരുന്നു ഏട്ടാ. എന്താ ഡോക്ടർ പറയുന്നതെന്ന് എനിക്കറിയണം. ഡോക്ടർ, ഞാൻ മീരയുടെ അച്ഛനാണ്. എന്താണ് മോൾക്ക് പറ്റിയത്? ഇരിക്കൂ മിസ്റ്റർ. മീരയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്. വിശദമായി ചെക്കപ്പ് വേണം. അവളുടെ കിഡ്നി വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നില്ല. ക്രിയാറ്റിൻ ഒരുപാട് കൂടുതലാണ്. അയ്യോ ഡോക്ടർ, ഇതുവരെ മോൾക്കൊരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ എങ്ങനെ? ചില രോഗികൾ ലക്ഷണം കാണിക്കില്ല. അവർ ക്രോണിക് ലെവലായിരിക്കും. ഇപ്പോൾ നെഫ്രോ ഡോക്ടർ നോക്കുകയാണ്. ഡയാലിസിസ് വേണ്ടി വരും. ഞങ്ങൾ തുടങ്ങുകയാണ്. നിങ്ങൾ റൂമിലേക്ക് ചെന്നോളൂ. മീരയെ ഇപ്പോൾ കാണാൻ പറ്റില്ല. അമ്മാവ, രാംദാസ് വിളിച്ചപ്പോഴാണ് മാധവൻ കണ്ണു തുറന്നത്. എന്താ അമ്മാവ, മീരയ്ക്ക് എന്താ പറ്റിയത്? മോനെ, അവൾക്ക് കിഡ്നി പ്രോബ്ലം ആണെന്ന് പറയുന്നു. ഡയാലിസിസ് തുടങ്ങുക എന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മോനെ. ഇന്നലെ വരെ കളിച്ചു നടന്ന കുഞ്ഞാണിതിപ്പോൾ. ഒന്നുമില്ല അമ്മാവ, അവൾ ഓടി വരും. അവൾക്കൊന്നുമില്ല. സമാധാനമായിട്ടിരിക്കെ. സിസ്റ്റർ, എനിക്ക് മോളെ ഒന്ന് കാണാൻ പറ്റുമോ? മായ ചോദിച്ചു. ഇപ്പോൾ ആർക്കും കാണാൻ പറ്റില്ല ചേച്ചി. ഡോക്ടർ പറയും, അപ്പോൾ കാണാം. അമ്മ ഇവിടെ ഇരിക്കൂ, അവർ വിളിക്കും. നമ്മുടെ കുഞ്ഞിക്ക് ഒന്നുമില്ല, എല്ലാം മാറും, രാംദാസ് പറഞ്ഞു. ഇതേ സമയം കോളേജിൽ മൂവർ സംഘവും മീരയെ കാത്തു നിൽക്കുകയായിരുന്നു. മുന്താസ് കുഞ്ഞിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്ത് പറ്റിയെന്നറിയില്ല. നമുക്ക് സാറിൻ്റെ അടുത്ത് ചോദിക്കാം, ലയ പറഞ്ഞു. അതെ, വാ നമുക്ക് ചോദിക്കാം. ശരിയാ, വായോ. അവിടെ സാറു ഇന്ന് ലീവാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് സാറിൻ്റെ ഫോൺ നമ്പർ കിട്ടുമെന്ന് നോക്കാം. കിട്ടി മോളെ, സാറിൻ്റെ ഫോൺ നമ്പർ. രമ്യ ഓടി വന്നു. വിളിക്കൂ ലയ, വേഗം തന്നെ, മുന്താസ് പറഞ്ഞു. ഹലോ സാർ, ഞാൻ ലയ ആണ്. മീരയുടെ ഫോണിൽ വിളിച്ചിട്ട് ബെല്ലുണ്ട്, എടുക്കുന്നില്ല. അവൾക്ക് എന്തു പറ്റി സാർ? ആ ലയ, അവൾക്ക് സുഖമില്ല, ഹോസ്പിറ്റലിലാണ്. അയ്യോ സാർ, അവൾക്ക് എന്തു പറ്റി? ഏത് ഹോസ്പിറ്റലിലാണ്? ഞങ്ങൾ വരട്ടെ? നിങ്ങളിപ്പോൾ വരണ്ട, അവൾ ICUവിലാണ്, കാണാൻ പറ്റില്ല. അതെയോ സാർ? വിവരങ്ങൾ അറിയിക്കണേ. നമ്മുടെ കുഞ്ഞു ഹോസ്പിറ്റലിലാണ്, അവൾക്ക് കിഡ്നി പ്രോബ്ലം. അയ്യോ, നമുക്ക് പോകണ്ടേ? പോകാൻ പറ്റില്ല മക്കളെ, അവൾ ICUവിലാണ്. നമുക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്നും വരില്ല നമ്മുടെ കുഞ്ഞിക്ക്. എൻ്റെ ജീവൻ എടുത്തോ ഈശ്വര, എൻ്റെ കുഞ്ഞിക്ക് ഒരു ആപത്തും വരുത്താതെ കാത്തോണേ. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ലയ പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ ഒരു പ്രതിമ പോലെ മാധവനും മായയും ഇരുന്നു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ മാത്രം അവർക്ക് ജീവനുണ്ടെന്ന് തോന്നിച്ചു. രാംദാസ് അവിടേക്ക് വന്നു. ഇതെന്തൊരിപ്പാണമ്മാവാ. വരൂ, നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. അമ്മായിക്കും കൊണ്ടുവരാം. ഇത്ര സമയമായിട്ട് ഒന്നും കുടിച്ചില്ല. വായോ. വേണ്ട മോനെ, എനിക്കൊന്നും വേണ്ട. എൻ്റെ മോളുടെ വിവരം എന്തെങ്കിലും അറിയാതെ എങ്ങനെയാണ്? മീരയുടെ റിലേറ്റീവ് ആരാ? ഡോക്ടർ വിളിക്കുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ലയയും മുന്താസും രമ്യയും ഹോസ്പിറ്റലിലെത്തി. അപ്പോഴും മീര ICUവിൽ തന്നെയായിരുന്നു. എങ്ങനെയുണ്ടച്ചാ കുഞ്ഞിക്ക്? ലയ ചോദിച്ചു. ഒന്നും പറയാനായിട്ടില്ല മോളെ. എൻ്റെ കുഞ്ഞ്, അവൾക്ക്... അച്ഛൻ വിഷമിക്കേണ്ട, കുഞ്ഞിക്ക് ഒന്നും സംഭവിക്കില്ല. നമ്മളെല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെയില്ലേ? നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും. കുഞ്ഞെ കണ്ടോ അച്ഛാ? രാവിലെ ഞാനും അമ്മയും ഒന്ന് കണ്ടു. ഉറക്കമാണ് മോള്. ഡോക്ടർ എന്താ പറഞ്ഞത് അച്ഛാ? രമ്യ ചോദിച്ചു. ഇപ്പോൾ കിഡ്നി രണ്ടും പ്രവർത്തിക്കുന്നില്ല. എത്രയും വേഗം ട്രാൻസ്പ്ലാന്റേഷൻ നടക്കണം. അതാണ് മുന്നിലുള്ള വെല്ലുവിളി. കിട്ടു അച്ഛാ, നമ്മുടെ കുഞ്ഞിയെ മഹാദേവൻ കൈവിടില്ല, ലയ പറഞ്ഞു. അമ്മാവ വരൂ, ഡോക്ടർ വിളിക്കുന്നു. രാംദാസ് അങ്ങോട്ട് വന്ന് പറഞ്ഞു. ശരി മോളെ, ഡോക്ടർ എന്തിനാ വിളിക്കുന്നതെന്ന് നോക്കട്ടെ. മായയുടെ തേങ്ങൽ കേട്ടാണ് അവർ തിരിഞ്ഞു നോക്കിയത്. അമ്മേ, ഇങ്ങനെ കരയല്ലേ? കുഞ്ഞിക്ക് ഒന്നും വരില്ല, ഉറപ്പാണ്. അമ്മ പേടിക്കണ്ട, ലയ മായയുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. സഞ്ജീവനി പദ്ധതി പ്രകാരം ആരുടെയെങ്കിലും വൃക്ക കിട്ടിയാൽ മാത്രമേ മോൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ. രജിസ്റ്റർ ചെയ്തിട്ടും വിവരമൊന്നും അറിയുന്നില്ല രാമു. അമ്മാവൻ വിഷമിക്കാതെ, എല്ലാം ശരിയാകും. തളരാതെ പിടിച്ചു നിന്നാൽ മതി. അമ്മാവൻ തളർന്നു പോയാൽ പിന്നെ അമ്മായി... ഇല്ല മോനെ, ഞാൻ തളരില്ല. എൻ്റെ കുഞ്ഞ് മടങ്ങി വരുമ്പോൾ ഞാൻ വേണം അവളെ കൂട്ടാൻ. ഇനി തളരില്ല. മിഴികൾ തുടച്ചു അയാൾ പറഞ്ഞു. അങ്ങനെ 2 ദിവസങ്ങൾ ഓടിപ്പോയി. മീരയെ ICUവിൽ നിന്നും റൂമിലേക്ക് മാറ്റി. വാടി തളർന്നൊരു പനിനീർ പൂവ് പോലെ അവൾ തളർന്നു കിടന്നു. മീരയുടെ സർജറി വേഗം നടത്താൻ പോകുക. വൃക്ക റെഡിയായിട്ടുണ്ട്. ഡോക്ടർ രാംദാസിനെ വിളിച്ചു പറഞ്ഞു. ആരാ ഡോക്ടർ? അവൾക്ക് ജീവിതം കൊടുക്കാൻ തയ്യാറായി വന്നത്? ഞങ്ങൾക്കവരെ കാണാൻ പറ്റുമോ? ഇത് സഞ്ജീവനി പ്രകാരമാണ്. ഇന്നത്തെ റോഡ് ആക്സിഡൻറ്റിൽ മരണപ്പെട്ട ഒരു കുട്ടിയുടേതാണ്. ശരി ഡോക്ടർ, സർജറി നടക്കട്ടെ.
അപ്പോഴാണ് അയാളുടെ ഫോൺ ബെല്ലടിച്ചത്. കോളെടുത്ത് ഹലോ പറയവേ അയാളുടെ മിഴികൾ നിറഞ്ഞു. ഒരാശ്വാസം എന്ന പോലെ രാമദാസ് കസേരയിലേക്കിരുന്നു. ലയ മരിച്ചു, റോഡ് ആക്സിഡന്റിൽ മരണപ്പെട്ടു. ഇതായിരുന്നു രാമദാസിന് കിട്ടിയ സന്ദേശം. പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റ്, മീരയുടെ ഫ്രണ്ട് എന്നിങ്ങനെ ലയ രാംദാസിനും പ്രിയപ്പെട്ടവൾ. എങ്ങനെ ഇവിടെ നിന്ന് പോകും? സർജറി തുടങ്ങുവാൻ സമയമായി. ഇനിയിപ്പോൾ ലയ ആണോ മീരയുടെ ദാതാവ്? എന്തായാലും സർജറി കഴിയട്ടെ, എന്നിട്ടാവാം ബാക്കിയെല്ലാം. മണിക്കൂറുകൾ കടന്നുപോയി. ഒടുവിൽ തിയേറ്ററുകളുടെ വാതിൽ തുറന്നു. ഡോക്ടർ പുറത്തു വന്നു. സർജറി വിജയമായിരുന്നു. 7 ദിവസം കഴിയാതെ മീരയെ റൂമിലേക്ക് മാറ്റാൻ സാധിക്കില്ല. ഇപ്പോൾ കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. ഡോക്ടർ, ഞങ്ങളുടെ മകളുടെ ജീവൻ തിരിച്ചു തന്ന ആ മനസ്സ് ഞങ്ങൾക്ക് കാണണം. ഡോക്ടർ, ആരാണെന്ന് പറയാമോ? നിർബന്ധമാണെങ്കിൽ പറയാം. ഇന്ന് വെളുപ്പിനുണ്ടായ ആക്സിഡൻറ്റിൽ മരിച്ചുപോയ ഒരു കുട്ടി, ലയ എന്നാണ് അവളുടെ പേര്. ആ കുട്ടിയുടെ ഫാമിലി നേരിട്ട് റിക്വസ്റ്റ് പറഞ്ഞു ഒരു വൃക്ക മീരയിൽ വേണമെന്ന്. അവരുടെ മകളെ അവർക്ക് മീരയിലൂടെ കാണാൻ സാധിക്കുമെന്ന്. നമിക്കണം ആ മാതാപിതാക്കളെ. മകൾ നഷ്ടപ്പെട്ട സമയത്തും കരളുറപ്പോടെ നിന്ന് ആ കുട്ടിയുടെ എല്ലാ അവയവങ്ങളും ദാനം നൽകി. അവരുടെ മകൾ മറ്റുള്ളവരിൽ കൂടെ ജീവിക്കണമെന്ന് അവർ തീരുമാനിച്ചു. ശരി മാധവൻ, സമാധാനമായിരിക്കൂ. ലയയാണ് മീരയുടെ ജീവൻ രക്ഷിച്ചത് എന്ന സന്തോഷത്തിനപ്പുറം ആ മോൾ ജീവനോടെ ഇല്ല എന്ന വിവരം മാധവനെ തളർത്തിക്കളഞ്ഞു. മോളുടെ അടുത്ത കൂട്ടുകാരി എന്ന നിലയിൽ ലയ അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു. ഒന്ന് കാണുവാൻ പോലും കഴിയാതെ അവൾ യാത്ര പറഞ്ഞു പിരിഞ്ഞു. ഇനി കുഞ്ഞിയോട് എന്തു പറയും? എൻ്റെ ഈശ്വര. രാമു, നമുക്ക് ലയയുടെ വീട്ടിലൊന്ന് പോയി വരാം. എനിക്ക് ആ മോളെ കാണണം. അത് വേണോ അമ്മാവാ? ആ കുട്ടിയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. നമുക്ക് പിന്നെ പോകാം. ഇപ്പോൾ ഇവിടെ നിന്നും മാറിയാൽ അമ്മായി തനിച്ചാകും. പിന്നെ അവിടെ ചെന്നാലും അവരുടെ സങ്കടം കൂടും. നമുക്ക് നാളെ പോകാം. ആണോ? എന്നാൽ അത് മതി. അമ്മാവൻ അമ്മായിയോട് ഇപ്പോൾ പറയണ്ട. ഇതും കൂടെ താങ്ങാൻ അമ്മായിക്ക് പറ്റില്ല. പതുക്കെ പറയാം. എന്നാൽ അത് മതി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മീരയെ റൂമിലേക്ക് മാറ്റി അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. റൂമിൽ മാറ്റിയപ്പോൾ ആദ്യമായി അന്വേഷിച്ചത് കൂട്ടുകാരെ ആയിരുന്നു. അവർ വന്നിരുന്നു. മോളെ, നിന്നെ കാണാൻ പറ്റില്ലല്ലോ, അതാ അവർ വരാത്തത്. എന്നാൽ എൻ്റെ ഫോൺ തായോ, ഞാനൊന്ന് സംസാരിക്കട്ടെ അവരോട്. ഇപ്പോൾ അതൊന്നും വേണ്ട മോളെ, കുറച്ച് ദിവസം കഴിയട്ടെ, എന്നിട്ടാവാം സംസാരം, മാധവൻ പറഞ്ഞു. അച്ഛാ, അവരോടൊന്ന് സംസാരിക്കാതെ പറ്റുന്നില്ല. എൻ്റെ അച്ഛനല്ലേ, പ്ലീസ്. മോൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തേ? എന്തായാലും കുറച്ച് ദിവസം കഴിയട്ടെ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. മീരയെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമായി. ഇനിയെങ്കിലും എൻ്റെ ഫോൺ തരൂ. എന്നെ അവർ മിസ് ചെയ്യുന്നുണ്ടാവും. ശരി, ഇതാ നിൻ്റെ ഫോൺ. വീട്ടിൽ പോയിട്ട് വിളിച്ചാൽ പോരെ? പോരാ, എനിക്കിപ്പോൾ തന്നെ വിളിക്കണം. തടയേണ്ട അമ്മാവാ. ഇവിടെ നിന്ന് തന്നെ അവളെല്ലാം അറിയട്ടെ. ആ ഷോക്ക് അവൾക്ക് താങ്ങാൻ പറ്റട്ടെ. ഞാൻ പറയാം. അമ്മാവനും അമ്മായിയും പുറത്ത് നിൽക്കൂ. മായയും മാധവനും പുറത്തേക്ക് ഇറങ്ങി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മീരയുടെ കരച്ചിൽ കേട്ടു. പുറകെ രാംദാസിൻ്റെ വിളിയും. വേഗം ഡോക്ടറെ വിളിക്കൂ, മീര ഉണരുന്നില്ല. ഡോക്ടർ വേഗം വന്നു. ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. പേടിക്കണ്ട, ലയയുടെ കാര്യം അവൾക്ക് ഷോക്കായതാണ്. പതിയെ അതുമായി പൊരുത്തപ്പെട്ടോളും. ഉണരട്ടെ, എന്നിട്ട് നാളെ ഡിസ്ചാർജ് ആവാം. അതായിരിക്കും നല്ലത്, ഡോക്ടർ പറഞ്ഞു. മതി ഡോക്ടർ, ഞങ്ങളുടെ കുഞ്ഞിക്ക് ഒന്നും ഉണ്ടാവാതിരുന്നാൽ മതി. ഒന്നുമില്ല, നിങ്ങൾ സമാധാനമായിരുന്നോളൂ. മയക്കത്തിൽ ലയ മീരയുടെ അടുത്ത് വന്നു. അവളെ സമാധാനിപ്പിച്ചു. അവർ ക്യാമ്പസിൽ പറന്നു നടന്നു. എന്നും എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഒരിക്കലും പിരിയില്ല എന്ന് ഉറപ്പ് കൊടുത്തു. മയക്കം വിട്ടൊഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ മീരയുടെ ചുണ്ടിൽ തളർന്ന ചിരിയുണ്ടായിരുന്നു. എനിക്ക് കാണണോ അച്ഛാ? അവൾ ഉറങ്ങുന്ന മണ്ണിൽ എനിക്ക് പോകണോ അച്ഛാ? കൊണ്ടുപോകില്ലേ എന്നെ? പോകാം മോളെ, പക്ഷെ ഇപ്പോൾ പറ്റില്ലല്ലോ. എല്ലാം മാറട്ടെ, എന്നിട്ട് പോകാം നമുക്ക്. അതുപോരെ? ലയമോൾ എൻ്റെ കുഞ്ഞിയുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ശരിയച്ചാ, അവൾ എൻ്റെ കൂടെയുണ്ട്, ഒരിക്കലും പിരിയാതെ കൂടെ തന്നെ. ഹോസ്പിറ്റലിൽ നിന്നും വന്നിട്ട് 3 മാസമായി. അവർ ലയയെ കാണാനായി യാത്രയായി. പുറത്തേക്ക് നോക്കിയിരുന്ന മീര ഓർമ്മകളിൽ നിന്നും ഉണർന്നു. അരികിലേക്ക് നോക്കി. ചിരിയോടെ ലയ അരികിൽ തന്നെയുണ്ട്. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞ് നീ തിരിച്ചു പോകുമ്പോൾ ഞാൻ കൂടെ വരില്ലാട്ടോ കുഞ്ഞു. എൻ്റെ അമ്മയുടെ അരികിൽ നിൽക്കും. നീ വരണം എന്നെ കാണാൻ, എൻ്റെ അമ്മയെ കാണാൻ. എൻ്റെ അച്ഛനെ, എന്നെ ജീവനായിരുന്നു. പിന്നെ എൻ്റെ ഏട്ടൻ, സ്വർഗമായിരുന്നു എൻ്റെ വീട്. ഇപ്പോൾ അവിടെ കളിച്ചിരികളില്ല. നീ വേണം കേട്ടോ അവിടെ സന്തോഷത്തോടെ ഓടി വരാൻ. എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞു പെങ്ങളായി, എൻ്റെ അച്ഛയുടെ മുത്തായി, അമ്മയുടെ മോളുമായി അവിടെ പാറി പറക്കണം. വല്ലപ്പോഴും വന്ന് അവിടെ സ്നേഹം നിറയ്ക്കണം കേട്ടോ കുഞ്ഞു. കാർ നിന്നു. മോളെ ഇറങ്ങൂ, മാധവൻ വിളിച്ചു.
കണ്ണുകൾ തുറന്ന മീര കാണുന്നത് പുഞ്ചിരിയോടെ നിൽക്കുന്ന ലയയാണ്. ചിരിയോടെ പുറത്തേക്കിറങ്ങിയ മീരയുടെ മുൻപിൽ ലയ മാഞ്ഞുപോയി. അച്ഛാ, അവൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. മോള് വാ, അവൾ ഇവിടെയാണ് ഉറങ്ങുന്നത്. മാധവൻ മീരയെ തെക്കേപ്പുറത്തേക്ക് കൊണ്ടുപോയി. ധാരാളം പനിനീർപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന സ്ഥലമായിരുന്നു അത്. ഇവിടെയാണ് മോളെ ലയമോളുള്ളത്. കണ്ടില്ലേ, ഇവിടെ ആ മോളുണ്ട്. നമ്മളെ കാണാം അവൾക്ക്. മോള് വാ, ഇവിടുത്തെ അച്ഛനെയും അമ്മയെയും കാണണ്ടേ? വാ. മാധവൻ അവളെ വിളിച്ചു. അമ്മേ. ലയയുടെ അമ്മയുടെ അടുത്ത് ചെന്ന് മീര വിളിച്ചു. മോളെ, നീ വന്നോ ഞങ്ങളെ കാണാൻ? എൻ്റെ മോള്, അവൾ പോയി മോളെ. ഇല്ലമ്മേ, അവൾ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. പിന്നെ ഞാനുണ്ടാകും എൻ്റെ അമ്മയ്ക്ക്, അമ്മയുടെ മകളായി. വിളപ്പുറത്തുണ്ടല്ലോ. അമ്മ വിഷമിക്കേണ്ട കേട്ടോ. മോളെ, ഇനി നമുക്ക് പോകാം. സമയം ഏറെയായി, ഇനിയും വരാമല്ലോ. ശരിയമ്മേ, ഞാൻ പോയിട്ട് വരാം. അവരുടെ കവിളിൽ ഉമ്മ നൽകി മീര യാത്ര ചോദിച്ചു. മോള് പോയിട്ട് വായോ, അമ്മ കാത്തിരിക്കും. വരണം ഇനിയും. വരൂ അമ്മേ. കാറിൽ കയറുന്ന നേരം മീര തിരിഞ്ഞു നോക്കി. കൈകൾ വീശിക്കൊണ്ട് ലയ അവിടെ ഉണ്ടായിരുന്നു, കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട്. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിൽ നിന്നും പതിയെ ലയ മാഞ്ഞുപോയി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.